നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇന്നങ്ങ് നടന്നു. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ തമ്മിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അതെ, ഉച്ചയ്ക്ക് പറഞ്ഞപ്പോഴേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അല്ല, സൂചനയെന്നേ ഉള്ളൂ, ഉറപ്പ് ആരും പറയുന്നില്ല. അല്ല, ഞാൻ ഇന്ന് ആ വാർത്തകളിലൂടെ കടന്നു പോയപ്പം രണ്ട് കമാൻഡറും, ഒരു കമാൻഡറും ഒരു സഹ കമാൻഡറും കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ എന്ന് പറയുമ്പോഴും ആ ഒരു റിപ്പോർട്ടിലും അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഇസ്രായേലിലെയോ ഒരു റിപ്പോർട്ടിലും ഈ നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ഒന്നും പറയുന്നില്ല. ടൈംസ് ഓഫ് ഇസ്രായേൽ അവർ പറഞ്ഞത് കൊല്ലപ്പെട്ടിട്ടില്ല, സുരക്ഷിതനാണ് എന്ന് ഹിസ്ബുള്ള അറിയിച്ചു എന്നാണ്. അതെ, അത് മാത്രമല്ല റോയിട്ടേഴ്സിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകളാണ് വന്നത്. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല ഇത് വളരെ ക്വിക്കായിട്ടുള്ള, ഒരുപാട് പേരൊന്നും കൊല്ലപ്പെട്ടില്ലല്ലോ, 6 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു 90 പേർക്കാണ്ട് പരിക്ക് പറ്റിയിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ തലവനെ തന്നെ തീർക്കുമെന്ന്. അല്ല, ഇത് സംഭവം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പം ന്യൂ ഓർഡർ എന്നാണ് ഇവർ ഈ പ്രോജക്റ്റിന് പേരിട്ടിരുന്നത്, ഈ ഓപ്പറേഷൻ. അപ്പം നെതന്യാഹു അമേരിക്കയിലാണല്ലോ, ന്യൂയോർക്കിൽ UN സഭയിൽ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ ഇവർ കരുതി, ഹിസ്ബുള്ള കരുതിയത് ഇന്നലെ എന്തായാലും അവിടെ അദ്ദേഹം ഒന്ന് പ്രസംഗിക്കുകയാണല്ലോ, അപ്പോൾ അദ്ദേഹം സമാധാനം പ്രസംഗിക്കുമായിരിക്കും, ആ ഒരു ദിവസം എന്തായാലും ആക്രമിക്കില്ല ഇസ്രായേൽ എന്ന തെറ്റിദ്ധാരണയിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിളിച്ചുകൂട്ടി ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ നസറുള്ള ചർച്ച നടത്തിയതാണ് അബദ്ധത്തിലായത്. പക്ഷേ ഇസ്രായേൽ കൃത്യമായി അവരുടെ അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ അവിടുത്തെ പ്രതിരോധ മന്ത്രി യവ് ഗാലൻറ്റും അവരുടെ ഡാനിയൽ ഹഗാറി, അവരുടെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പ്ലാനിങ് നടത്തുമായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു എന്ന് മനസ്സിലായതും ഈ വിമാനങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്, ആകാശത്ത് നിൽക്കുകയാണെന്നല്ല, നിമിഷങ്ങൾക്ക് വരുത്തി അങ്ങ് ആക്രമണം. എനിക്ക് തോന്നുന്നത് ഈ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് ഈ പൊതുസഭയിൽ പങ്കെടുക്കാൻ പോയത് പോലും ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിരിക്കും. ആണ്, കാരണം ആദ്യം വ്യാഴാഴ്ചയാണ് സംസാരിക്കാൻ വെച്ചത്, പിന്നെയാണ് വെള്ളിയാഴ്ച. എന്ന് മാത്രമല്ല, ആ നെതന്യാഹു അവിടെ വന്നിട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത്, ഞാനിതിന് വരണ്ടെന്ന് തീരുമാനിച്ചിരുന്ന, പക്ഷെ നിങ്ങൾ കുറച്ച് പേരോട് കിടന്ന് ചിലയ്ക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളോട് നേരിട്ട് പറയണം എന്നോർത്ത് ഞാൻ വന്നാന്നു. പക്ഷെ അതും കള്ളമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നെതന്യാഹു അങ്ങോട്ട് പോവാ, പൊതുസഭയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും അവർ പരമാവധി ആക്രമണം നിർത്തിവെച്ച് ആരെയും അറ്റാക്ക് ചെയ്യാതെ സമാധാനത്തിന്റെ പാതയിലൂടെ പോകും എന്ന് കരുതി ഇവന്മാരെ ട്രാപ്പ് ചെയ്ത് വെച്ച് കെണി ഒരുക്കി വെച്ചിട്ട്, ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഇസ്രായേലിൻ്റെ ഒരു സൂക്ഷ്മത, ഈ പലപ്പോഴും ഇസ്രായേൽ അവരുടെ പ്രധാന ശത്രുക്കളെ കൊല്ലുമ്പോൾ, ഇപ്പോൾ ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞനെ അടക്കം പ്രധാന ശത്രുക്കളെ കൊല്ലുമ്പോൾ സൂക്ഷ്മമായിട്ട് അവരെ മാത്രം, ആണവശാസ്ത്രജ്ഞന് മാത്രമോ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ ഭാര്യ കൊല്ലപ്പെട്ടില്ല, കാറിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന അയാൾ കൊല്ലപ്പെട്ടിട്ടില്ല. ഈ ഇസ്മായിൽ ഖനിയെ കൊല്ലുമ്പോൾ അയാളുടെ അംഗരക്ഷകർ കൊന്നിട്ടില്ലെന്ന് തോന്നുന്നു, ബെഡ്റൂമിൽ ഇരിക്കുന്ന അയാളാണ് കൊന്നത്. അപ്പം വളരെ വ്യക്തമായ പ്ലാനിലാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഒരു അത്ഭുതം, എന്തൊരു രാജ്യം ഇത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഈ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നെതന്യാഹുവിന് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് ഉണ്ടല്ലോ, അവർ വളഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി സെക്രട്ടറി അടുത്ത് വന്ന് ചെവിയിൽ എന്തോ ഇങ്ങനെ രഹസ്യം പറഞ്ഞു. പുള്ളി തലയാട്ടിയിട്ട് ശരി പ്രസ് മീറ്റ് ഇനിയില്ല, സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഹോട്ടലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഹോട്ടലിൽ പോയതിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് ഒരു മെസ്സേജ് വന്നു, പ്രൈം മിനിസ്റ്റർ ഇവിടുത്തെ എല്ലാ പരിപാടിയും റദ്ദാക്കിയിരിക്കുന്നു, നാട്ടിലേക്ക് പുറപ്പെടുകയാണെന്നുള്ളത്. രാത്രി 3 മണിക്ക് തന്നെ ഫ്ലൈറ്റിൽ അദ്ദേഹം നാട്ടിലേക്ക് ഫ്ലൈറ്റിലാണല്ലോ വരണത്, അത് പുറപ്പെടുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് സംശയം തോന്നിക്കാണ് ഈ ചെവിയിൽ പറഞ്ഞത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട്. ഇത് ആ അറ്റാക്കിനാണല്ലോ, അതായത് ഓപ്പറേഷൻ്റെ സക്സസ്, ആ ഓപ്പറേഷൻ്റെ അകത്തെ ആ 6 പേര് കൊല്ലപ്പെട്ടു എന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത് ആ അറ്റാക്കിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ അത് ഔദ്യോഗികമായി അവർ പുറത്തുവിട്ടില്ല എന്ന് മാത്രം. അവിടെയാണ് ഈ ഹിസ്ബുള്ള ഒന്നും മിണ്ടണ്ടായിരുന്നില്ല, കൊന്നെന്നോ കൊന്നില്ലെന്നൊന്നും പറയുന്നില്ല. ഇസ്രായേൽ പൊതുവെ പറയാറില്ല. അപ്പോൾ ഇവിടെ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ആ പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ ഇതിന് വലിയൊരു മെസ്സേജാണ്. ഒന്ന്, ഈ നെതന്യാഹു അവിടെ ഇല്ലാത്തപ്പോൾ സുരക്ഷിതമാണ് എന്ന് ഇവർക്കൊരു പ്രോബ്ലം മനസ്സിലാക്കേണ്ടത്, ഈ പേജർ തകർത്തു, വാക്കി ടോക്കി തകർത്തു, കമ്മ്യൂണിക്കേഷൻ നിന്നുപോയി. ഈ കമ്മ്യൂണിക്കേഷൻ നിന്ന് പോയപ്പോൾ ഇവർ നേരിട്ട പ്രതിസന്ധി, അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. മൊബൈലോ ടിവിയിലോ ഒന്നും തൊടാൻ പറ്റാത്ത പേടിയാണ്. അത് ഒരെണ്ണത്ത് തേപ്പോട്ടി എടുക്കത്തില്ല, തേപ്പോട്ടിയിലുള്ള ആളുകൾ എറിയുവാന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഒരു നിവൃത്തിയില്ലാതിരിക്കുക. പക്ഷേ എന്നിട്ട് ഇവർ മിസൈൽ അയക്കുന്നുണ്ട്. ഈ മിസൈലൊക്കെ അവരുടെ പല ആളുകളുടെ വസതികളിലുള്ള പലർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന മിസൈലുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു സംഘടിതമായ തീരുമാനത്തിന് പുറത്ത് വരുന്നില്ല. ഇറാനിൽ നിന്ന് വരാൻ പറ്റുന്നില്ല. അവർ വിമാനത്താവളത്തൊക്കെ തടച്ചു. വിമാനത്താവളത്തിൽ ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ ഇസ്രായേൽ വ്യോമസേന വിമാനങ്ങൾ അവർ റോന്നിട്ടാണ്. നേരത്തെ കപ്പൽ മാർഗമാണ് ആയുധങ്ങൾ എത്തുവരുന്നത് ഇറാനിൽ നിന്ന്. അതവർ തടഞ്ഞു കടലിൽ. അത് കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ രാത്രി അസമയത്ത് ഇവർ വിമാനങ്ങൾ വലിയ പെട്ടികളോട് നടക്കുന്നതായിട്ട് അവർ ശ്രദ്ധപ്പെട്ടു. അവർ സാറ്റലൈറ്റ് കണ്ടുപിടിച്ച് അവിടെയും കൂടെ ഇന്ന് മാത്രമല്ല, സൈനിക ആവശ്യത്തിന് ബെയ്റൂട്ടിലെ വിമാനത്താവളം ഇത് സാധാരണ വിമാനത്താവളമാണ്, ഉപയോഗിക്കാൻ പറ്റില്ല എന്നും അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് ഇസ്രായേൽ വീണ്ടും പറഞ്ഞു. നടപടി എടുക്കുന്ന ഞങ്ങൾ ആക്രമിക്കും. അവിടെ ആള് നിൽക്കുകയാണ്, അവിടെ വിമാനമുണ്ട്, യുദ്ധവിമാനം നിൽക്കുകയാണ്, ഇറങ്ങാൻ പറ്റൂല. അതെ. അപ്പം അങ്ങനെ അവർ തടഞ്ഞപ്പോഴാണ് ഇവർ ബുദ്ധിപരമായി, ഇസ്രായേലിന്റെ ബുദ്ധിയാണല്ലോ, കാഞ്ഞ ബുദ്ധിയാണല്ലോ, പ്രധാനമന്ത്രി അങ്ങ് പൊക്കോ, അപ്പോൾ ഇവന്മാർ വെളി ഇറങ്ങിക്കോളെ, നമുക്ക് തീർക്കാമെന്ന് ഓർത്ത് അയച്ചു. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്മോഹൻ, ഈ ആസ്ഥാനം ബെയ്റൂട്ടിലാണെന്ന് അറിയാമെങ്കിലും എവിടെയെന്ന് ആർക്കും അറിയില്ല. ബോർഡ് വെച്ചിട്ടില്ലെന്നല്ല, അത് വലിയ കെട്ടിടമല്ല. ആ കെട്ടിടം സാധാരണ ജനവാസ മേഖലയിലെ വീടുകളാണ് മുകളിലൊക്കെ. അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഈ കെട്ടിടം. അപ്പം ഇത് ബോംബ് പൊട്ടി തകർക്കുമ്പോഴാണ് അവിടെ ഉള്ളവരായിരുന്നു നേടാ ഇവിടെയായിരുന്നു ഇങ്ങനെ താമസിച്ചിരുന്നില്ല. കാരണം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇങ്ങനൊരു ഇതിനു മുമ്പ് നമ്മൾ കൊല്ലപ്പെട്ടിട്ടുള്ളൊരു ഭീകരനല്ല ഇങ്ങനെ. 32 വർഷമായി പുള്ളി 32 വർഷം ഈ പണി തുടങ്ങിയത് മാത്രമല്ല രാജ്മോഹൻ. ഞാൻ പറഞ്ഞിപ്പം നമുക്കറിയാവുന്ന ഭീകരരാരാ, ഈ നമ്മുടെ ബിൻ ലാദനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരന്മാരെ നമുക്കറിയാവുന്നത്. അവരൊക്കെ വെറും ഭീകരന്മാർ മാത്രമാണ്. അവരുടെ ലക്ഷ്യം, അവരുടെ പകയിൽ നിന്ന് രൂപപ്പെട്ട, അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയായി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാമിനെതിരായിരിക്കുന്നവരെ മുഴുവൻ കൊന്നു തള്ളണമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഐഡിയോളജിയുടെ ആളുകൾ. പക്ഷേ ഇയാളൊരു ആത്മീയ നേതാവാണ് ഒരു വശത്ത്, ഇയാൾ അവരുടെ ഒരു സ്പിരിച്വൽ ലീഡറാണ്, ഇയാൾ രാഷ്ട്രീയ അല്ല, ഈ പറയുന്ന ഹിസ്ബുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അധികാരമുണ്ട്, പ്രാദേശികമായി മന്ത്രിമാരുണ്ടായിരുന്നു, പ്രാദേശിക അധികാരമുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ ഐക്കണാണ്. ലെബനനിൽ മാത്രമല്ല, ഇറാനിലും ഈവൻ സുന്നി വേൾഡിലും പോലും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സൂപ്പർ ഹിറ്റാണ്. എന്താ പറയുക, ഒരു ഭയങ്കരമായ, ഇപ്പോൾ അയത്തുള്ള ഖുമേനിക്ക് ഇറാനിലുള്ള അതേ സ്ഥാനം അധികാരമില്ലെങ്കിൽ പോലും ഇയാൾക്കുണ്ട്. അധികാരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഇയാളാണ് ഭരിക്കുന്നത്. ലെബനിൽ ഭരിക്കുന്നത് ഓർക്കണം, ഇവിടെ ഷിയാകൾ ന്യൂനപക്ഷമാണെന്ന് ഓർക്കണം. ന്യൂനപക്ഷ ഷിയാകളുടെ അത്ര ആസൂത്രിതമായി ഇയാൾ അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തു. ആ സ്വാധീനമാണ് അങ്ങനെ ഒരാളാണ് തകർന്നത്. അതൊരു ചെറിയ ആളല്ല. അപ്പോൾ ഇയാൾ ടെലിവിഷൻ ചർച്ചയിൽ വരുമ്പോൾ പലപ്പോഴും മറ്റ് പരിപാടികളെല്ലാം നിർത്തിവെച്ച്, നമ്മുടെ പിണറായി വിജയനെ കോവിഡ് കാലത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ മലയാളികൾ മുഴുവൻ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ആയിരുന്നു ഇങ്ങനെ വരുമ്പോൾ. ഇങ്ങനെ ഒരിക്കലും പുറത്ത് വരാറില്ല, പബ്ലിക് പരിപാടി പങ്കെടുക്കാറില്ല, കണ്ടിട്ടില്ല. പക്ഷെ അത്രമാത്രം സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ഇയാളെ തീർക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു നെറ്റ്വർക്ക് ഇൻ്റലിജൻസ് സംവിധാനമാണ് ഇസ്രായേലിനുള്ളത്. ശരിക്കും ഇസ്രായേൽ ഇവരെ കബളിപ്പിക്കുകയായിരുന്നു തന്നെ പറയാം. കാരണം നെതന്യാഹു അവിടെ പോകുമ്പോൾ സമാധാനമായിരിക്കും എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതുപോലെ അവർ മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ്. എത്ര കൃത്യതയോടെ കണക്കൂട്ടി. യോഗം ചേർന്നില്ലായിരുന്നെങ്കിലോ? അപ്പോൾ കൃത്യമായി അവർക്ക് വിവരം കിട്ടിക്കഴിഞ്ഞു, ഇവിടെ ഇവർ യോഗം ചേരുകയാണ്. അത് യോഗം ചേരുകയാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. ടൺ കണക്കിന് ബോംബാണ് അവിടെ വർഷിച്ചതെന്നാണ്. ടൺ കണക്കിന് ബോംബ് 24 കിലോമീറ്റർ ദൂരം വരെ ഇത് പ്രകമ്പനം കൊണ്ടുവന്നാണ് ഇതിൻ്റെ ഈ ഒരു കുലുക്കം. ഈ അൽ ജസീറ അപ്പോഴേ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടൊന്നും അല്ല, ഇതൊരു ഭയങ്കര സംഭവമാണ്. അൽ ജസീറ റിപ്പോർട്ട് ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും രസം, നമുക്കൊരു ടെൻഷൻ മാറാനായിട്ട് വായിക്കേണ്ട 2 മാധ്യമങ്ങൾ, അൽ ജസീറയും 2 മീഡിയകളിലെ നമ്മുടെ അടുപ്പൂട്ടി ചർച്ചയാണ്. ഈ അടുപ്പൂട്ടി ചർച്ചയുടെ കാര്യം പറയുമ്പോൾ ഒരു തമാശ പറയാതിരിക്കാൻ പറ്റത്തില്ല. മറ്റേ ആളുകൾ ഇന്നലെ ഞാൻ കണ്ടൊരു കമൻറ്റാണ്, മറുനാടൻ ഒരു അടുപ്പൂട്ടി ചർച്ച നടത്തണം, നമ്മുടെ ജയശങ്കറിനെയും അൻവറേയും കൊണ്ട് വിളിച്ചിരുത്തിയിട്ട് ഷാജൻസ്കറിയായും ജയശങ്കറും അൻവരോട് അടുപ്പിട്ട് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്തു പറയും? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ റെക്കോർഡിങ് കഴിഞ്ഞാൽ ഉടനെ ഈ മീഡിയ മണ്ണിൽ നമ്മുടെ എന്താണ് പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അവന്മാരുടെ ഒരു വേദന കാണണമല്ലോ. അദ്ദേഹം വീരമൃത്യു പ്രാപിച്ചൊന്നോ മറ്റായിരിക്കാൻ പറയാൻ സാധ്യത. വീരമൃത്യു പ്രാപിച്ച് സമ്മതിക്കുമെന്ന് അറിയാം. പിന്നെ അവസാനം സമ്മതിക്കാൻ നിർബന്ധിതരാകും. അല്ല അവർ ഇത് മാത്രമല്ല, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. 2006 ഇതുപോലെ തന്നെ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവകാശവാദം. സങ്കടം തോന്നുന്നു. നമ്മുടെ നിഷാദ് റാവുത്തർ പറഞ്ഞത്, എനിക്ക് ഇറാനെ ഓർത്ത് സങ്കടം തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇന്നിപ്പം എനിക്ക് ഹിസ്ബുള്ളയെ ഓർത്ത് സങ്കടം തോന്നുന്നു പറയായിരിക്കും. ഞാനത് കാത്തിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ വലിയൊരു സംഘം നേതാക്കന്മാരെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുക. കാരണം ഒരു 10 ദിവസം കൊണ്ട് ചുരുക്കത്തിൽ ഒറ്റയടിക്ക് 12 വരെ കൊന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ടതൊക്കെ ഇതിൻ്റെ കമാൻഡർ പദവിയും ഇതിൻ്റെ വളരെ സുപ്രധാന ഡ്രോണിൻ്റെ ചുമതലയുള്ളവർ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള ഈ ചുമതലയുള്ളവൻ എല്ലാത്തിനെയും കൊന്നു കഴിഞ്ഞു എന്നുള്ളത്. അതെങ്ങനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവർ എനിക്ക് തോന്നുന്നു ഇവർ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് നെറ്റ്വർക്ക് തകർത്തത്.
അതുകൊണ്ട് ഇനി ഇതൊന്നും അവസാനിക്കത്തില്ല, ഇനി തലങ്ങനം വിലങ്ങനെ ബോംബായിരിക്കും. പക്ഷേ എനിക്ക് അതിശയം തോന്നിയത് നമ്മളൊക്കെ പറഞ്ഞിരുന്നതും നമ്മളൊക്കെ പ്രവചിച്ചിരുന്നതുമൊക്കെ ഈ ലെബനനിലേക്ക് ഒരു കാലാൾപ്പടയെ കയറ്റി പിടിച്ചെടുക്കുന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ തട്ടിക്കളഞ്ഞെന്നുള്ളതാണ്. അതാണ് ക്യാപ്റ്റൻ പോയി, ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്കൊന്ന് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചേരും. കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞിരുന്നു ഞങ്ങളുടെ പട്ടാളക്കാരുടെ ബൂട്ടുകൾ അവിടുത്തെ മണ്ണിൽ പതിവെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഫീൽ ഉണ്ടാക്കി കരവഴി വരുമെന്നായിരിക്കുന്നത്. ഇറാൻ അനങ്ങിയിട്ടില്ലല്ലോ, ഇല്ല. വാചപടി അല്ലാതെ ഇറാന്റെ അംബാസഡർ പറഞ്ഞു ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞു. വാചപടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് ഹനിയെ കൊല്ലപ്പെട്ടപ്പോഴും മറ്റേ പരമോന്നത നേതാവ് പറഞ്ഞിരുന്നു നാളെ യുദ്ധം ചെയ്യുമെന്നുള്ളത്. ആലോചിച്ച് നോക്കുക. അതായത് ഇസ്മയിൽ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ശത്രുക്കളാണ് പ്രധാനമായും ഇസ്രായേലിനുള്ളത്, ഹിസ്ബുള്ളയും ഹമാസും. ഹമാസ് എന്ന് പറയുന്നത് അവർ നിരന്തരമായി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹമാസിനെ അവരെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഗാസയുടെ കൺട്രോൾ കയ്യിലുള്ളത് കൊണ്ട്. പക്ഷേയാണ് അവർ അധിക പ്രസംഗം കാട്ടി അവിടെ കയറി ശരിക്കും ചൊള്ളു കൊടുത്തെന്താ ചൊള കൊടുത്ത് ചൊള്ളു വാങ്ങി അങ്ങനെയുള്ള പ്രശ്നമാണല്ലോ. ഇവിടെ കയറി ഇത്രയും പേരെ തട്ടിക്കൊണ്ടുപോയും കൊല്ലുകയും ചെയ്തുകൊണ്ടാണല്ലോ യുദ്ധം ഉണ്ടായത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടി, ഹമാസിന് വേണ്ടിയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയും വിലപിക്കുന്നവർ ഓർക്കേണ്ടത് തുടങ്ങി വെച്ചത് ആരാ? ഹമാസ് ഇസ്രായേലിൽ കയറി 1200 പേരെ കൊന്ന്. അന്ന് ഇവിടെ എന്തൊരു കയ്യടിയായിരുന്നു, എന്തൊരു ആഹ്ലാദമായിരുന്നു. ഞാൻ പറഞ്ഞ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് മനസ്ഥിതിയുള്ള മനുഷ്യരും മീഡിയ കൊണ്ടും മാധ്യമവും ഒക്കെ ഭയങ്കര ആഹ്ലാദത്തിന്റെ ഭയങ്കര ആഹ്ലാദത്തോടെ ചത്തു വീഴുന്നു, കൊത്തു വീഴുന്നു, ഇസ്രായേൽ തീർന്നു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ സുരക്ഷ അവർ നോക്കും, അതിനുള്ള ടെക്നോളജി അവർക്കുണ്ട്. അന്ന് തുടങ്ങിയ യുദ്ധമാണ്. അന്ന് വളരെ സാവകാശം ഹമാസിനൊരു ഒതുക്കി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴും ഈ വെസ്റ്റ് ബാങ്കിൽ അടക്കം, വെസ്റ്റ് ബാങ്കിൽ എപ്പോഴും ഒരു ശ്രദ്ധിച്ചുള്ള ഇടപെടില്ല, കാരണം അവിടെ മിക്സഡ് ആണ്. ഗാസയിൽ ഇവരുണ്ട്, ഇപ്പോഴും അവിടെ ഒരു 10, 25, 50 പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഇവിടുന്ന് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടല്ല പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ഫോക്കസ് അവിടെ അല്ലാതിരുന്നിട്ടും ഹമാസ് ഒന്നും ചെയ്യുന്നില്ല. അതാണ് മാത്രമല്ല എല്ലാ യുദ്ധവിമാനങ്ങളും ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ്. പക്ഷെ ഹമാസ് അറ്റാക്ക് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം വെച്ചാൽ ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും തീർന്നു. നമ്മളന്ന് പറഞ്ഞല്ലോ 100, പിന്നെ ഇതിന്റെ 50% പേര് കൊല്ലപ്പെട്ടു. 25% പേർക്ക് എണീറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കിടപ്പിലാണ്. ബാക്കി യാഹിയ സിൻവർ അയാളെ ഹമാസിന്റെ തലവനായി തെരഞ്ഞെടുത്ത് അറിഞ്ഞോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അങ്ങനെ അറിയണ്ടേ? ഇങ്ങനാണ് ഇതിന് പുതിയ തലവരുടെ കാര്യം വിവരം അറിയണ്ടേ? ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞു കാണും, ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. പുള്ളി പെൺവേഷം കെട്ടി അങ്ങാണ്ട് ഈ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നതാണ് പറയുന്നത്. അതുപോലും അറിഞ്ഞു കാണുന്നില്ല അങ്ങനെ. അപ്പൊ ആ സ്ഥിതിയിൽ അവരെ ആക്കിയിട്ട് ഒരു ഹിസ്ബുള്ളയുടെ നേരം, ഹിസ്ബുള്ള വാസ്തവത്തിൽ ചോദിച്ചു വാങ്ങിയതാണ്. ഹിസ്ബുള്ളയ്ക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഒന്നാമത് ഹമാസ് എന്ന് പറയുന്നത് ഒരു സുന്നി ഭീകര സംഘടനയാണ്, ഇവർ ഷിയ ഭീകര സംഘടന. അപ്പം എന്തിനാണ് ഇവരിതിൻ്റെ അകത്ത് കയറി ഇടപെട്ടത്? നമ്മളിത് ചരിത്രം കൂടെ നോക്കണം. അതായത് ഇറാൻ പഴയ പേർഷ്യയാണല്ലോ. ഇറാൻ എപ്പോഴും ഒരു വലിയ പാരമ്പര്യവും, ഞാൻ ഇറാൻ സിനിമയുടെ ഒരു ഫാനാണ്, സാംസ്കാരിക ഇറാൻ സിനിമയുടെ ഒരു ഫാൻ. ഏറ്റവും കൂടുതൽ നമുക്ക് സിനിമയാണ്. എത്ര നല്ല കഥകൾ, എത്ര മനോഹരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച ഇപ്പോഴും എല്ലാം ജീനിലുള്ളതാണല്ലോ, അവർക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യത്തെക്കാൾ അഡ്വാൻസ്ഡ് ആയിരുന്നു ഇറാൻ. നമ്മുടെ 70-കളിലൊക്കെ പടം എടുത്ത് നോക്കിയാൽ ജീൻസ് ഒക്കെ പെൺപിള്ളേർ. ആ ഇറാനിലേക്ക് ആദ്യമായി തന്നെ ഒരു ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അടിച്ചേൽപ്പിച്ചത് കൊണ്ടുവന്നു. അങ്ങനെയാണ് അയത്തുള്ള ഖുമൈനി വരുന്നത്. ആ ഖുമൈനിമാരുടെ നിയന്ത്രണത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമ്പോൾ ഈ ഇറാൻ്റെ മനസ്സെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെതായിരുന്നു. അപ്പോൾ അങ്ങനെ അവരവരുടെ സാമ്രാജ്യം വളർത്തുക എന്ന ലക്ഷ്യത്തിൽ അവരുടെ ശത്രു വാസ്തവത്തിൽ സൗദിയും ആ സംവിധാനങ്ങളാണ്. കാരണം അവരൊരിക്കലും സൗദി അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അമേരിക്ക തന്ത്രപരമായി സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ചേർത്ത് നിർത്തി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഭിന്നതയുടെ തുടർച്ചയായി എപ്പോഴും നമ്മൾ ആരംഭിക്കുക എങ്ങനെയാണ് ഈ ഹമാസ്, ഈ ഹിസ്ബുള്ള രൂപപ്പെട്ടതെന്നാണ്. ഈ 82-ൽ ആ കഥ അറിയാമല്ലോ. 82-ൽ ആണ് നമ്മുടെ ഇപ്പോൾ പിന്നീട് സമാധാന പ്രവാചകനായി നല്ലവനായ യാസർ അറാഫത്തിന്റെ PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ഒരു ടെറർ സംഘടനയായിരുന്നു. നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ നന്നായി മാനസാന്തരപ്പെട്ട, അങ്ങനെയാണ് അദ്ദേഹം മാന്യനാവുന്നത്. അപ്പോൾ ഈ PLO ഇസ്രായേലിനെതിരെ ലെബനൻ കേന്ദ്രീകരിച്ച് നിരന്തരമായി ആക്രമണം കഴിച്ചിട്ടപ്പോഴാണ് ഷാഖി കേട്ടിട്ട് ഇസ്രായേൽ 82-ൽ അവിടേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ ഇസ്രായേല് ലെബനനിൽ അധിനിവേശം നടത്തി PLO തുരത്തി. 7 ദിവസം കൊണ്ട് അവർ തുരത്തി. അന്ന് സിറിയയുടെ പിന്തുണയുണ്ട്. അപ്പോൾ ആ സിറിയയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിപ്പിച്ച് കംപ്ലീറ്റ് അവർ ഹോസ്റ്റേജാക്കിയാണ് അവർ കൺട്രോൾ പിടിച്ചെടുക്കുന്നത്. ആ കൺട്രോൾ പിടിച്ചെടുത്തിട്ട് 82-ൽ
ഈ PLOയെ സഹായിക്കാൻ വേണ്ടി ഇറാൻ അയച്ചതാണ്. ഇറാൻ്റെ പരിശീലനം സിദ്ധിച്ച അവർ വളർത്തിയെടുത്ത ചില ക്ലറിക്സ് മതപുരോഹിതന്മാരാണ് ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയുടെ തലവൻ 82 തുടങ്ങി 39 വയസ്സുള്ളപ്പം അയാൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടു. അയാളെ പിൻഗാമിയായിട്ടാണ് നസറുള്ള. അപ്പോൾ ഇയാളെ പോലെ തന്നെ ഇയാളേക്കാൾ തുടക്കം മുതലേ ഇയാളുണ്ട്, നസറുള്ളയുണ്ട്. ഇയാളെ പോലെ തന്നെ ഇയാളേക്കാൾ കരുത്തനായി വളർന്നു വന്നിരുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു സംശയവും ഇല്ലാതെയാണ് 92 ഇയാളെ. ഈ നസറുള്ളക്ക് വേറെ ചരിത്രം കൂടെയുണ്ട്. ഇയാൾ ആദ്യം പഠിക്കാൻ വേണ്ടി ഇറാഖിൽ പോയിരുന്നു. അവിടെ പോയപ്പോൾ ആ സമയത്താണ് അവിടെ സദാം ഹുസൈനെതിരെ ചില നീക്കങ്ങളൊക്കെ അവിടെ വന്നത്. ഇയാൾ പതുക്കെ ആ സംഘത്തിൽ ചേർന്നു, പക്ഷെ അവർ പൊക്കി. അങ്ങനെ ആശാൻ അവിടെ ജീവനം കൊണ്ട് ഓടി തിരിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ഇയാള് സിറിയയിലെ ആസാദിൻ്റെ ആളായിരുന്നു. അപ്പം സിറിയയുടെ ആ സമയത്ത് സിറിയയോട് ചേർന്നായിരുന്നു അയാൾ അവിടെ ഈ സിറിയയിലെ ആ സിവിൽ വാറിൽ ഇയാൾക്കൊരു റോൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 32 വർഷം കൊണ്ട് ഇയാളുടെ ഒരു ഭയപ്പെടുത്തുന്ന സ്വാധീനം കൊണ്ട് വളരെ ന്യൂനപക്ഷമായി ഷിയാകൾ അവിടെ ന്യൂനപക്ഷമായിട്ട് കൂടി അവരുടെ കൺട്രോളിലേക്ക് ഏതാണ്ട് ലെബനൻ വരുന്ന സാഹചര്യം ഒരുക്കിയത്. വാസ്തവത്തിൽ ലെബനീസ് സർക്കാരിനോ ഇഷ്ടമുണ്ടായിട്ടല്ല, ഭയന്നിട്ടാണ്. അത് മാത്രമല്ല അവിടെ യവന്മാർ ചെയ്ത വലിയൊരു ക്രൂരകൃത്യം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ആയുധം സൂക്ഷിച്ചു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയം, ചർച്ച ചെയ്ത വിഷയമാണ്. വേറെ ഹമാസുകൾ അത് ചെയ്തിട്ടില്ല. അവരവർ ആശുപത്രികളിലും സ്കൂളിലും കൊണ്ടാണ് ആയുധം വെച്ചത്. ഇത് വീടുകളിൽ ചെന്ന് ആളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ മിസൈലുകളും റോക്കറ്റുകളും ഇതെല്ലാം വയ്ക്കുകയാണ്. അവർ സമനസാല അല്ലല്ലോ, ഇവരെ പേടിച്ചിട്ട് സംഭവിച്ചതാണത്. അത്തരം വീടുകളെല്ലാം തന്നെ ഇസ്രായേൽ നിരപ്പാക്കിയത്. ബെയ്റൂട്ടിൽ ഇന്നലെ വേറെ ചില സ്ഥലങ്ങളിലും ബോംബാക്രമണം നടന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇവർ നേരിടാൻ പോകുന്ന പ്രശ്നം, ഇവർക്ക് വേറൊരാളെ തലവനെ തിരഞ്ഞെടുക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ പൊടുന്നനെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതോടെ, മാത്രമല്ല 32 വർഷം ഇത് നിയന്ത്രിച്ചിരുന്ന ഇയാളാണ്. ഇയാളുടെ ആത്മീയ പരിവേഷമുള്ള ഒരാൾ അവിടെ വേറെ ഇല്ല. ഈ ഹമാസിന് പിന്നെ ഉണ്ട്. അതെ, ഹമാസിന് പല നിര നേതാക്കളുണ്ട്. ഇത് ഇയാൾ തന്നെയാണ് ഒരു ഏകഛത്രാവധി എന്നൊക്കെ പറയും പോലെ തന്നെയാണ്. കാരണം 32 ഹമാസിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് നേതാക്കൾ മാറാറുണ്ട്. ഈ ഹമാസിന്റെ തലവൻ അല്ലാതെ റോളിലേക്ക് മാറിയിട്ടുണ്ട്. അവരെ പോൾ ബ്യൂറോ എന്നൊക്കെ ബ്യൂറോ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് അങ്ങനല്ല, അയാളുടെ മാത്രമാണ്. അപ്പോൾ അയാൾ കൊല്ലപ്പെടുന്നതോടുകൂടി ഇവർ നാഥനെ കളരി. ഇവർക്ക് ഇഷ്ടംപോലെ ആയുധങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പുതുതായിട്ട് വരത്തില്ല. ആരെ നിയന്ത്രിക്കും, ആര് പറയും എന്നൊരു പ്രശ്നം ഉണ്ടാവും. കാരണം പിന്നീട് ഒരു നേതാവിനെ നമുക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ പ്രശ്നത്തിൽ ഒരു ആത്മീയ പരിവേഷം കൂടി വേണം. അതൊരു വെറും ഒരു ഭീകരൻ മാത്രമായാൽ പോരാ, ഈ ആത്മീയ പരിവേഷം കൂടി വേണം. മാത്രമല്ല ഈ പറയുന്ന പല കമാൻഡർമാരും ഓൾറെഡി കൊല്ലപ്പെട്ടിരിക്കുകയാണല്ലോ. പ്രധാന ചുമതല ഉണ്ടായിരുന്നവരെല്ലാവരും. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലം കഷ്ടപ്പാടിൻ്റെതായിരിക്കും. ഹമാസിൻ്റെ അതേ അവസ്ഥ അവർക്ക്. ഹമാസിൻ്റെ അവസ്ഥ, ഹമാസിനേക്കാൾ വലിയ സംഘടനയും ശക്തിയുടെ സംഘടന ഹിസ്ബുള്ളയാണ്. പക്ഷേ ഹിസ്ബുള്ളയുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ തലവനും ഇറാനുമാണ്. ഹമാസ് പക്ഷേ സെൻട്രലൈസ്ഡ് കുറേ നേതൃത്വമുണ്ട്, കുറേ സംവിധാനമുണ്ട്. കാരണം ഹമാസ് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സംവിധാനമുണ്ടാക്കി, അവരുടെ തുരങ്കങ്ങളുണ്ടാക്കി, അവരുടേതായ രീതിയിൽ വളർന്നു. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹിസ്ബുള്ളയുടെ കാര്യം അങ്ങനെ തലവനെ കളഞ്ഞു, ഇറാനെ ഭയപ്പെടുത്തി കഴിഞ്ഞു. ഇറാൻ്റെ പ്രശ്നം നിങ്ങൾ ആലോചിക്കൂ. അതായത് ഇറാൻ എങ്ങനെ തലപൊക്കി ആ നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് നിൽക്കും? പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. എങ്ങനെ ആലോചിക്കാം? അവരുടെ ടെഹ്റാനിൽ അവരുടെ അതിഥിയായി അവരുടെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ ആളെ തട്ടിക്കളഞ്ഞു. അപ്പോൾ അവരുടെ പ്രസിഡന്റിനെ തട്ടാൻ പോലും തട്ടിയതാന്നാ പറയുന്നത്. പേദറയാളായാലും ഉണ്ടാകുന്ന സംശയമുണ്ട് ഇപ്പോൾ. അല്ല, മറ്റേ പുള്ളി, അതെ, ഇബ്രാഹിം റൈസി അയാളായാലും പേജർ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഈ ബെയ്റൂട്ട് നടന്ന സ്ഫോടനത്തിൽ തന്നെ ഇറാന്റെ അംബാസഡറെ കണ്ടുപോയല്ലോ. അയാളെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ടെസ്റ്റ് നടത്തിയതായിരിക്കും. ഇറാൻ പ്രസിഡന്റ് ആയിരിക്കും വർക്ക് ചെയ്യുമോ നോക്കിയത് ഇറാൻ പ്രസിഡന്റിനെ കൊന്നിട്ടായിരിക്കും. അല്ല, അപ്പം ഇപ്പം പോലും ഇപ്പം ഖൊമേനിയുടെ അവസ്ഥ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഖൊമേനി ഒരു സുപ്രീം ബോർഡ് യോഗം വിളിച്ചിരുന്നു. അപ്പം എന്ത് ചെയ്യും? അനാരോഗ്യമുണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കുകയാണോ, വേറെ അയലോകംകാരനെ പോയി സഹായിക്കുകയാണോ? ഇത് പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഹിസ്ബുള്ളയുടെ തീർക്കും. ഇനി ഇവർ അധിനിവേശം നടത്തിയ എളുപ്പമാണ്. കാരണം ഒന്ന്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് തകർത്തു, വാക്കി ടോക്കിയും പേജറും ഒക്കെ തകർത്തിട്ട്. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തി ഇവർ എന്തിനാണ് ഈ സോളാർ പാനൽ തകർത്തതെന്ന് നോക്കിയായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ സോളാർ പാനലിൽ പലതും ഈ സോളാർ പാനൽ വെച്ചിരിക്കുന്ന വീടുകളിലായിരിക്കും അതിന്റെ വൈദ്യുതി കിട്ടാൻ വേണ്ടിയായിരിക്കും. അല്ലല്ല, ഇവർ ഈ പ്രത്യേകതരം സോളാർ ഇവർ ഭയങ്കര ശ്രദ്ധിച്ചാണോ ചെയ്യുന്നത്. അപ്പം ഈ ഹിസ്ബുള്ളയുടെ ബന്ധമുള്ള വീടുകളിലുള്ള സോളാർ പാനലിൽ മാത്രമായിരിക്കും ഈ നെറ്റ്വർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തകർത്തപ്പോൾ ഏത് വീടുകൾ തകർന്നു ആ വീടുകളൊക്കെ ഹിസ്ബുള്ളയുടെ അപ്പം തന്നെ ഇവർക്ക് അവിടെ നിന്ന് തകർക്കാൻ അങ്ങനെ ആയിരിക്കും അവർ മിക്കവാറും. അല്ലെ പിന്നെ ഈ സോളാർ പാനൽ, കുറച്ച് വീടുകളിൽ സോളാർ പാനൽ വന്ന് ആ വീടുകളൊക്കെ തകർക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ഭാവി തീർന്നു. ഹിസ്ബുള്ളയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല.
കാരണം അവർക്ക് നേതാക്കളില്ല. ഈ നസറുള്ളയ്ക്ക് ഒരു പിൻഗാമിയെ പോലെ ഒരാൾ ഉണ്ടായിരുന്നു, അയാളെ പേര് അങ്ങ് വലിയ നീളമുള്ള പേരാണ്, പക്ഷേ അയാൾ എഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. അയാളൊരു മതപുരോഹിതനാണ്, ഇയാളെ ബന്ധുവാണ്, കസിനാണ്, പക്ഷേ ഇതുപോലെ പട നയിക്കാനൊന്നും പറ്റില്ല എന്നാണ്, എഫിഷ്യൻ്റ് അല്ല. അല്ലെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ അത് ലോകത്ത് ഇനി ഒരു രാജ്യത്തിന് സംഘടനയും നടക്കില്ല. ഇല്ല. അപ്പോൾ ഇവരെ ഇനിയിപ്പോൾ കുറച്ചുകൂടി വെടിപൊട്ടിക്കും അവര്, കാരണം ഇവരുടെ ഒരു 1.5 ലക്ഷം റോക്കറ്റുകളും മിസൈലുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കും അവർ. നമ്മളതിനകത്തൊരു ഇനി കുറച്ചാലും ഉണ്ടാവും. പക്ഷേ ഇസ്രയേൽ ഏതാണ്ട് ഇവരുടെ എല്ലാ സംവിധാനങ്ങളും തച്ചുടച്ചിട്ടുണ്ട്. ഇസ്രയേൽ അവിടെ കയറി അവർ തീർക്കും. വൈകാതെ ഇനി വരുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഇവർ ഒക്ടോബർ 7 മുമ്പ് എന്തെങ്കിലും തീരുമാനമാക്കണമായിരിക്കും. ഇനി യാഹ്യാ സിൻവറിനെ പിടിക്കേണ്ടതുണ്ട്. അയാൾ മരിച്ചോണ്ടോ എന്ന് അറിഞ്ഞും കൂടെ. ഇനി യാഹ്യാ സിൻവർ ഇരിപ്പുണ്ട്, അയാൾ ഉണ്ടോ ഇല്ലെന്ന് ആർക്കും അറിഞ്ഞും കൂടെ. യാഹ്യാ സിൻവറിനെ കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു വാശിയാണ്. അത് ഈ ഹമാസിന്റെ തലവനായതുകൊണ്ട് മാത്രമല്ല, ഈ ഒക്ടോബർ 7 ഓപ്പറേഷൻ നടത്തിയിരുന്ന അയാളായിരുന്നു. നേരിട്ട് പോയി ഓപ്പറേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ യാഹ്യാ സിൻവറിനെ മിക്കവാറും ഒക്ടോബർ 7 മുമ്പ് തട്ടും, എവിടെങ്കിലും വന്നാൽ തട്ടിക്കളയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇസ്രയേല് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളിപ്പം പലരും ഇസ്രായേലിനെ കൊല്ലുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കും, എന്നോടുള്ള ഞാൻ മുസ്ലിം വിരോധിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട്, സമാധാനത്തോടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള ഇസ്രായേലി ജനതയുടെ അവകാശത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പേരിട്ടുകൊണ്ട് കുറേ ആളുകൾ ഇല്ലാതാക്കുമ്പോൾ അവർക്ക് അവരുടെ സുരക്ഷ നോക്കണം. അപ്പം ഈ സായിപ്പന്മാർ ഇവിടെ വരുമ്പോൾ, ബ്രിട്ടീഷുകാരോട് വരുമ്പോൾ അവർ യന്ത്രത്തോക്കുകൾ കൊണ്ടാണ് നാട്ടുരാജ്യങ്ങളോട് നേരിട്ടത്. അങ്ങനെയാണ് നാട്ടുരാജ്യങ്ങൾ വീണുപോയി, എല്ലായിടത്തും അനുസരിക്കേണ്ടത്. പിന്നീട് ബ്രിട്ടീഷുകാരോട് നമ്മൾ സമരം നടത്തി ജയിച്ചു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകിയത് നമുക്കിപ്പോൾ അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തു നമ്മൾ അംഗീകരിക്കുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭയന്ന് പോയതൊന്നുമല്ല. 2ാം ലോകമഹായുദ്ധത്തോടുകൂടി ബ്രിട്ടൻ്റെ ശക്തി ക്ഷയിച്ചു. ബ്രിട്ടൻ ജയിച്ചെങ്കിലും വലിയ തോതിൽ അവർക്ക് നഷ്ടമുണ്ടായി. ഈ അതോടുകൂടി തന്നെ അവർ പതിയെ സാമ്രാജ്യത്വം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഈ ആ ഒരു തീരുമാനം ചർച്ച തോൽക്കുകയും ചെയ്തു, സാമ്രാജ്യത്വം അവസാനിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല കാലം മാറുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇത് ഏതാണ്ട് 75 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. അതിനൊരു 75 കൊല്ലം മുമ്പ്, അതായത് 150 വർഷം മുമ്പ് ഈ ബ്രിട്ടീഷുകാർ കറുത്ത വർഗ്ഗക്കാരെയും നമ്മളെയൊക്കെ അടിമകളാക്കി ഭരിച്ചിരുന്നവരാണ്. ചങ്ങലയിട്ടുകൊണ്ട് കോളനികളായിരുന്നല്ലോ നമ്മൾ, കോളനിയിലെ അടിമകൾ. അതായത് ഞാൻ പറഞ്ഞ വ്യക്തികളെ നമ്മുടെ ചങ്ങനാശ്ശേരി ഞാൻ പറഞ്ഞിരുന്നല്ലോ, മനുഷ്യരെ അടിമകളാക്കി വിറ്റിരുന്നവരാണ്. അപ്പം കാലം മാറുമ്പോൾ ഇതെല്ലാം മാറും. അപ്പം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ട് നമ്മുടെ നാട്ടുരാജാക്കന്മാരെന്താണ് പിടിച്ചെടുക്കുന്നതല്ലേ, നാട്ടുരാജാക്കന്മാർ ലോകം മുഴുവൻ എന്താണ് വേറൊരു രാജ്യം പിടിച്ചെടുക്കുക, അങ്ങനെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. ആ ഒരു സങ്കല്പം മാറി എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായി ജീവിക്കുന്നതും അതിലിടപെടാതിരിക്കുന്ന ഇന്നത്തെ കാലത്തെ നയം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന തരത്തിലുള്ള മാറ്റത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഇതേ കാലത്ത് നമ്മൾ ഇങ്ങനെ നമ്മൾ വേണം ഇവിടെ നോക്കാനായിട്ട്. അതായത് ഇസ്രായേൽ പോലെ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള രാജ്യത്തോട് ഇവർ ഈ റോക്കറ്റും മിസൈലും മാത്രം കൈവച്ചുകൊണ്ട്, അതും ഇറാൻ ഉണ്ടാക്കുന്ന റോക്കറ്റും മിസൈലും വെച്ചുകൊണ്ട് ഇവർ നേരിടാനിറങ്ങി ഇവരെ തോപ്പിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥമാണുള്ളത്? മാത്രം ഇറാൻ ഇവരെ സൈന്യം വഴി സഹായിക്കാനും കഴിയില്ലല്ലോ. ഇറാനെ സംബന്ധിച്ച് അവർക്കൊന്നും സാധിക്കില്ല, കാരണം അവർ വിമാനത്തിന് സ്പെയർ പാർട്ടുകൾ ഇല്ലാത്ത രാജ്യമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ രാജ്യം എന്ന നിലയിൽ ഇറാൻ ഇടപെട്ടാൽ രാജ്യം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഇടപെടാം. നമ്മൾ എപ്പോഴുള്ള പ്രശ്നം, നമ്മളെപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നുണ്ട്, അവർ കപ്പലയച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, F-15 വിമാനങ്ങൾ ഇപ്പം കൊടുത്തു. പക്ഷേ ഹമാസിനെ അറ്റാക്ക് ചെയ്യാനോ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യാനോ അമേരിക്ക വരത്തില്ല. അതേസമയം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും തിരിച്ച് ഇറാനെ ആക്രമിക്കാം, കാരണം അത് ലൈസൻസാണ്. അതുകൊണ്ട് ഒരു രാജ്യം ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ കരുതലോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇറാൻ ആ ഭാഗ്യപരീക്ഷണത്തിൽ ഇറങ്ങത്തില്ല. പക്ഷേ ഹിസ്ബുള്ളയുടെ അവസ്ഥ തീരുകയാണ്. ഇനി അവരുടെ അവശേഷിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് അവർ കുറച്ച് ചെറുത്തുൽപ്പെടെ നിർത്തും. പക്ഷേ 1 by 1 ഓരോരുത്തരും പോയിക്കും. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കൾ പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നാലും ഉണ്ടാവും, കുറേ പേര് കാണും, എന്നാലും ഉണ്ടാവും. ഈ ഒരു സ്റ്റേച്ചർ അവർക്ക് കാണില്ല. എന്ന് മാത്രമല്ല ലെബനന് കുറച്ചുകൂടെ ഒരു ധൈര്യം കിട്ടും. ജനങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടും. കാരണം ഇയാൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ട്. ജനത്തിന് ഇനി ഇസ്രായേലിനെ സഹായിക്കാൻ വേണമെങ്കിൽ, മാത്രമല്ല അവിടെ ചിലപ്പോൾ ഒരു ജനകീയ പ്രക്ഷോഭം പോലും ഉണ്ടായിക്കൂടുന്നില്ല. ഇത്രയും സഹായിച്ചിരുന്ന ജനങ്ങൾ 2011 പോലും അവിടെ സിവിൽ വാർ ഉണ്ടായിരുന്നു. ഈ സിവിൽ വാർ സത്യത്തിൽ ലെബനീസ് സിവിൽ വാറിൻ്റെ മറപിടിച്ചാണ് ഈ PLO അവിടെ കയറിയതും ഇസ്രായേലിനെ ആക്രമിച്ചതുമൊക്കെ.
അപ്പോൾ പിന്നീട് 2011 സിവിൽ വാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ സിവിൽ വാർ ഉണ്ടാവും. അവരുടെ അവസ്ഥ കഷ്ടമാണ്, ലോകം രക്ഷിക്കേണ്ടി വരും. പക്ഷേ ഹിസ്ബുള്ളയെ തച്ചുടച്ചു കഴിഞ്ഞാൽ മാത്രമേ പഴയ ലെബനന്റെ ചരിത്രമൊക്കെ പഴയ ഒരു ക്രിസ്ത്യൻ കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെട്ടത്. അത്ര മനോഹര രാജ്യം. അപ്പം ആ പഴയ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമൊക്കെയാണ്. ആ സ്ഥിതിയൊക്കെ മാറി ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാലും ഇവിടെ ഒരു വശത്ത് ഹമാസിനെയും മറുവശത്ത് ഹിസ്ബുള്ളയും പൂർണ്ണമായും തച്ചുടച്ച് കഴിഞ്ഞാൽ ഇത് ഇസ്രായേൽ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇപ്പം ലോകം നേരിടുന്ന പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭീകരാക്രമണം തന്നെയാണ്. ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ പൗരന്മാരായി ശത്രുക്കൾ രൂപപ്പെടുകയാണ്. കാരണം ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീകര തത്വശാസ്ത്രം കമ്മ്യൂണിസമായിരുന്നു. അതായത് അവർ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ ലോകം മുഴുവൻ ഈ സ്വേച്ഛാധിപത്യ ഭരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ തകർത്ത് കളഞ്ഞു. രണ്ടാമത്തെ വലിയൊരു ഭീകരാശയമാണ് ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതം തുടരട്ടെ, പക്ഷെ മതത്തിനപ്പുറത്തേക്ക് ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്നതാവണം, സിവിൽ നിയമങ്ങൾക്ക് പകരം ശരീഅത്ത് നിയമങ്ങളായിരിക്കണം ലോകത്തിൻ്റെ നിയമങ്ങൾ എന്ന് കരുതി ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ ഏറ്റവും കൂടുതൽ സഹാനുഭൂതി കൈപ്പറ്റിയിരിക്കുന്നത് ഹമാസാണ്. കാരണം ഹമാസിനെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഇമേജാണ് ഉള്ളത്. അതേസമയം ഹിസ്ബുള്ള അടക്കമുള്ളവർക്ക് അതില്ല. അപ്പം ഈ ഹമാസ് ദുർബലപ്പെടുകയും ഹിസ്ബുള്ള ദുർബലപ്പെടുകയും ഇറാൻ ദുർബലപ്പെടുകയും ചെയ്താൽ തീർച്ചയായും ഈ ഫലസ്തീൻ ജനതയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഈ ന്യൂയോർക്കിലെ പൊതുസഭയുടെ ഭാഗമായിട്ട് സൗദി അറേബ്യയുടെ നേതൃത്വം അധികം പേരും ചർച്ച ചെയ്യാത്തൊരു വാർത്തയാണ്. ഞാൻ വാസ്തവത്തിൽ ഇന്നൊന്ന് വിശദമായി പഠിക്കണം എന്ന് കരുതിയ, പക്ഷേ നേരം കിട്ടിയില്ല. കാരണം അതിനിടയിലാണ് ഈ പുലുവാലിലുണ്ടായത്. അപ്പം സൗദിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഒരു കോർപ്പറേഷൻ അവർ രൂപ കൊടുത്തിട്ടുണ്ട്. സമാധാനപരമായ രീതി അതായത് ഫലസ്തീന് രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കാൻ അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതായത് നല്ല ആശയമാണ്. ഈ ആശയം ഇസ്രായേലിനെതിരല്ല, സമാധാന രീതിയിൽ ഇസ്രായേൽ പറയുന്നത് ഏറ്റവും വലിയ സമാധാനവാദികൾ ഞങ്ങളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഉപദ്രവിക്കേണ്ടതേ. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശത്ത് അവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റണം, അവരെ ആക്രമിക്കാൻ പോകരുത്. അങ്ങനെ വന്നാൽ അവരിപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് അടക്കം അതിലിരിക്കുന്ന ഗോലൻ കുന്നുകളൊക്കെ കുറച്ച് അവരുടെ കയ്യിലുണ്ടെന്നുണ്ട്. ഇതുപോലും വിട്ടുകൊടുക്കാൻ ലോകം ആവശ്യപ്പെട്ടവർ കൊടുക്കും. സമാധാനപരമായ രീതിയിലായിരിക്കും ഈ പരിപാടി നടക്കണം. നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടയൽ രാജ്യം ശ്രീലങ്കയിലെ കാര്യം നോക്കാമല്ലോ. അവിടെ LTT ഇതുപോലെ എന്തെല്ലാം ചെയ്തതാണ്, ഇപ്പോൾ തീർന്നില്ലേ അത്? അവിടെ ജനങ്ങളിപ്പോൾ സമാധാനം. പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടെ തീർന്നു. അതുപോലെ നസറുള്ള കൊല്ലപ്പെട്ടതോടെ തീരും. എന്ന് മാത്രമല്ല ഇവർ വിടൂല. അവർ ഇന്നും പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് അയാൾ പറഞ്ഞു, ഇസ്രായേൽ സൈന്യാധിപൻ പറഞ്ഞത് ഇതൊരു ഒരു തുടക്കം മാത്രമാണ്. അത് തുടച്ച് അപ്പം ഹിസ്ബുള്ളയെ ക്ലീൻ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം. ഗാസയിലേക്ക് ഇസ്രായേൽ സേനയ്ക്ക് അക്സസിബിലിറ്റി ഉള്ളതുകൊണ്ടും അവരുടെ കൺട്രോളിലായതുകൊണ്ടും ഹമാസ് കൂടുതൽ പ്രിക്വേഷൻ എടുക്കുകയും കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു തുരങ്കങ്ങളിലൂടെ. പക്ഷേ ലെബനനിൽ മറ്റവർ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു ഹിസ്ബുള്ള. കാരണം പറയപ്പെടുന്നത് എന്നാലും അവർക്ക് കൂടുതൽ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ലെബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമെന്ന്. പക്ഷേ ഇസ്രായേൽ കൃത്യമായ ഇടപെടൽ നടത്തി 2 തലവന്മാരെയും വധിച്ചു, രണ്ട് ഭീകര സംഘടനയും നിർവീര്യമാക്കി. ഇനി ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് തന്നെ സൗദി അറേബ്യ ഒരു സമാധാന സന്ദേശം ഉണ്ടാക്കിയത് വഴി ഇതിപ്പം നോക്കൂ, ഹമാസിൻ്റെ ഒരു പ്രശ്നം അവർക്കിനി വിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. നേതാവില്ലാത്ത അവസ്ഥയല്ലേ? ഈ ആരെങ്കിലും തടവുകാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകപക്ഷീയമായി വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ വാക്ക് അവർ പാലിക്കുക. ഞങ്ങളുടെ 1200 പേരുടെ ജീവനെടുത്ത ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടനയുടെ ഓരോരുത്തരെയും ഞങ്ങൾ അതിനെ വേര് പറിച്ച് ഞങ്ങൾ ഇല്ലാതാക്കും, ചാമ്പലാക്കും എന്ന് പറഞ്ഞു. ഇസ്രായേൽ ബഹുദൂരം മുമ്പിലെത്തി. നമ്മുടെ ആകെപ്പാടെ നമ്മുടെ നിഷാദ് റാവുത്തർക്ക് മാത്രം മനസ്സിലാവാത്തുള്ളൂ. ഇല്ലിയോളമില്ലാത്തൊരു രാജ്യം, ഒരു ജനത, ഒരു സമൂഹം നോക്കൂ, വലിയ വമ്പന്മാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെന്നല്ലാതെ അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും വളരെ കൃത്യമാണ്, ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഏതാണ്ട് ഇഞ്ചി പരുവമാക്കി. പിന്നെ കണക്കാക്കേണ്ടതില്ല. ഹൂത്തിക്ക് എപ്പോഴും അവരുടെ മുമ്പിൽ ചെങ്കടലിലേക്ക് കുറെ മിസൈൽ കപ്പലിനെ ആക്രമിക്കുക, സൗദി അറേബ്യയെ ആക്രമിക്കുക, ഇതിനപ്പുറത്തേക്ക് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല
ഹിസ്ബുള്ളയെ തച്ചുടച്ചാൽ ഹൂത്തി നേരെ വിട്ടുപോകും. അമേരിക്കയുടെ യുദ്ധക്കപ്പലോടെ കിടപ്പുണ്ട്, അതാണ് ഇപ്പോൾ ആക്രമിക്കാത്ത ഈ ദിവസങ്ങളിൽ. അവർ വിട്ടുപോകും. അപ്പം എന്തായാലും ഞാൻ ഇതൊരു ഒരു മാനവരാശി, സമാധാനപ്രിയരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണ്. ശ്രീലങ്കയുടെ അതേ പാതയിലേക്ക് ഈ രാജ്യങ്ങളും വരുമായിരിക്കാം. അതായത് ഒരു സമാധാനം എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതിനെ വെല്ലുവിളിച്ചിട്ട് എന്തേരെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇസ്രായേൽ അത് ഉറപ്പാക്കുകയാണ്. ലെബനനിലെ ജനതയുടെ കാര്യത്തിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ലെബനൻ ജനതയും രക്ഷപ്പെടും, സമാധാനമായിട്ട് അവർ ജീവിക്കും. ഇവർ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ ജനതയ്ക്കും ലെബനൻ ജനതയ്ക്കുമൊക്കെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ലോകം മുഴുവൻ തയ്യാറാവും. ഉറപ്പല്ല, എല്ലാവരും പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ. കാരണം ഇവരുടെ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. സകല മുസ്ലിം, നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിമുകളടക്കം ഈ ഫലസ്തീനിലെയോ ലെബനനിലെയോ ജനതയുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ സോമാനസാല കാശ് കൊടുക്കും. അപ്പം ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇസ്രയേലിനെ തീർക്കാമെന്നുള്ള മൂഢവിശ്വാസത്തിൻ്റെ പുറത്ത് കാട്ടിക്കൂട്ടിയ വിഡ്ഢിത്തങ്ങൾക്കുള്ള ശിക്ഷയാണ്. ആ ശിക്ഷ അനുഭവിച്ചു മാത്രമേ മതിയാവൂ. ഇതോടുകൂടി ഇത് ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. സമാധാനകാംക്ഷികളായ ലോകം മുഴുവൻ അല്ലേ കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് പറയാം. ആ കർമ്മഫലം അനുഭവിക്കുന്നത് മാത്രമല്ല, ഭീകര പ്രസ്ഥാനങ്ങളെ, ഭീകരരെ ഒരു മുന്നറിയിപ്പാണത്. തച്ചുടയ്ക്കാൻ ഇച്ഛാശേഷിയുള്ള രാജ്യത്തിന് കഴിയും, ഇച്ഛാശേഷിയുള്ള ജനതയ്ക്ക് കഴിയും എന്ന സന്ദേശമാണ്. ഒക്ടോബർ 7 അവർക്ക് കിട്ടി തിരിച്ചടിക്ക് അവർ കൃത്യമായ മറുപടി കൊടുക്കുന്നു. ഈ മറുപടി മനസ്സിലാക്കിയാൽ, പാഠം ഉൾക്കൊണ്ടാൽ, ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന മനുഷ്യർക്ക് നല്ല മനുഷ്യരായി ജീവിക്കാം. ഹമാസിനെ ആയുധം വെച്ച് കീഴടങ്ങിയാൽ നല്ല മനുഷ്യരായി ജീവിക്കാം. ഇസ്രായേൽ ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഇതൊരു അത്ഭുതമാണ്. ഇസ്രായേൽ ഒരു അത്ഭുതമാണ്. ഇസ്രായേലിനെ നമുക്ക് അവിശ്വസനീയമാണ്. മറ്റേ ഇവന്മാരുടെ മാധ്യമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ വിസ്മയമാണ്. വിസ്മയം. കാരണം ഇങ്ങനെ ഒരു രാജ്യം, ഒരു ചെറിയ രാജ്യം, ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതി എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചു രാജ്യം, 3/4 നൂറ്റാണ്ട് മാത്രം പഴക്കമുള്ളൊരു കൊച്ചു രാജ്യം, ആ രാജ്യം ലോകത്തിന് ഇങ്ങനെ മാതൃകയും പ്രചോദനമാവുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഇസ്രായേലിന് മുമ്പിൽ കൂപ്പുകൈ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.